ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഒരു തഗ് ലൈഫ് എന്നാണ്. തഗ് ലൈഫ് പോലെ തന്നെ ജീവിതം ദുരന്തമായ ഒരു വ്യക്തിയുടെ കഥയാണ്. തീർച്ചയായിട്ടും നമ്മളിതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. കാരണം തഗ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ഊക്ക് ലൈഫ് പോലെ അവസ്ഥ തന്നെയാണ്. കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയണമെങ്കിൽ ആ നിലയ്ക്കാണ് പടം മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മുടെ ലെജൻഡായിട്ടുള്ള മണിരത്നം എന്ന് പറയുന്ന അദ്ദേഹം ഒരുപാട് ചിത്രം നമുക്ക് സമ്മാനിച്ചിട്ടുള്ള വ്യക്തിയാണ്. അവസാനം ഇറങ്ങിയിട്ടുള്ള നമ്മുടെ PC7 അടക്കം തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുള്ള പൊന്നിൻ സെൽവൻ അടക്കം ഗംഭീരമായിട്ടുള്ള ഒരു ഡയറക്റ്റിംഗ് മേക്കിംഗ് കൊണ്ട് തന്നെ അദ്ദേഹം വന്നിരുന്നു. പക്ഷേ ഇവിടേക്ക് കൈവിട്ടു പോയതുകൊണ്ട് പഴയൊരു ഘട്ടത്തിൽ നിന്നും അദ്ദേഹം വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം തന്നെയാണ് സ്റ്റോറി അതുപോലെ തന്നെ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പ്രൊഡക്ഷന്മാർ നോക്കിക്കഴിഞ്ഞാൽ കമലഹാസൻ അതുപോലെ തന്നെ മണിരത്നം ബാക്കി ഒരുപാട് ടീം തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർമാരെ ഏറ്റെടുത്തിട്ടുള്ളത്. വലിയ ബഡ്ജറ്റ് വരുന്ന ചിത്രം തന്നെയാണ്. കാശ് നോക്കിക്കഴിഞ്ഞാൽ കമലഹാസൻ അതുപോലെ തന്നെ ചിമ്പരസൻ, തൃഷ, അഭിരാമി തുടങ്ങിയ പ്രധാനമായി നാസർ, നമ്മുടെ ജോജു ജോർജ് തുടങ്ങിയ മലയാളത്തിലെ തന്നെ ഒരുപാട് താരങ്ങളുള്ള ഐശ്വര്യലക്ഷ്മി, അശോക് സെൽവൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ കാസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ വൺ ടീം തന്നെയാണ് ഇതിൽ കാസ്റ്റിംഗൊക്കെ ആയിട്ടും വന്നിട്ടുള്ളത്. പക്ഷെ ഇത്രയൊക്കെ ആൾക്കാരുണ്ടായിട്ടും യാതൊരു ഗുണമോ ഇല്ലാത്ത ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പേര് പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തഗ് ലൈഫ്, അതായത് ഒരു ഊക്ക് കിട്ടിയിട്ടുള്ള ഒരു ലൈഫ് പോലെ അവസ്ഥ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തഗ് എന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഗ്യാങ്സ്റ്റാറിൻ്റെ ലൈഫ് കഥയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇത് പഴകി ചേഞ്ഞളഞ്ഞിട്ടുള്ള ഒരു കഥ. നമ്മൾ തന്നെ പല ഫിലിമുകളിലും കണ്ടു വളർന്നിട്ടുള്ള പഴയ ഒരു ഗ്യാങ്സ്റ്റാറും അതിൻ്റെ തന്നെ പ്രതികാരം, അടുത്ത അധികാരത്തിൽ ആരെത്തണം, അധികാരം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ സ്റ്റോറിയും. യാതൊരു മാറ്റമില്ല, അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് വെച്ചിട്ടുണ്ട്. കാസ്റ്റിങ്ങിൽ മാത്രമാണ് മാറ്റം. അതുപോലെ ഫ്രെയിമിലും വല്ല നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരം കണ്ടിട്ടുള്ള അതേ തരത്തിൽ തന്നെയാണ് തഗ് ലൈഫ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നായകനെ കാണിക്കുന്നുണ്ട്. നായകൻ്റെ ശക്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ചെറുപ്പം ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്നാണ് കഥ മുന്നോട്ട് പോകുന്നത്. അവിടെ തന്നെ ഫ്രഷാണോ അല്ലേ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു തഗ് ലൈഫ് അതായത് ഗ്യാങ്സ്റ്റാറിൻ്റെ ലൈഫാണ്, അതാണ് മുന്നോട്ട് പോകുന്നത്. അതിലോട്ട് പോകുന്നത്. അങ്ങനെ 1996 കാലഘട്ടം കാണിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇത് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. ഫ്ലാഷ് ബാക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കളർ ഗ്രേഡിങ് കാണിക്കി കൊടുത്തിട്ടുള്ളത്. അവിടെ ബാബുരാജ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേറെ ഫ്ലാഷ് ബാക്കിലോട്ട് ആരംഭിക്കുന്നു. അങ്ങനെ നമ്മുടെ നായകൻ എങ്ങനെയാണ് നമ്മുടെ ഒരു ദത്തുപുത്രൻ അടുത്തെത്തിയെന്നൊക്കെ ഭാഗങ്ങളൊക്കെ അവിടെ ക്ലീനായി കാണിച്ചു പോകുന്നു. അതെല്ലാം കഴിഞ്ഞ് നേരെ 2016 കാണിക്കുന്നത്. പുതിയൊരു കാലഘട്ടത്തിലോട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. അവിടെ കുറച്ച് കളർ ഗ്രേഡിങ്ങൊക്കെ മാറ്റം വരുന്നുണ്ട്. പിന്നീട് ഗ്യാങ്സ്റ്റാറിൻ്റെ കഥയായി മുന്നോട്ട് പോകുന്നു. അതൊക്കെയാണ്. കാരണം വെച്ചാൽ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള അതേ പാറ്റേൺ തന്നെ ചെറുപ്പം, പിന്നെ കുറച്ചുകൂടി 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം പിന്നെയും കാണിക്കുന്നു. 2016 കഴിഞ്ഞ് പിന്നെ താത്തയ്ക്ക് പിന്നെ വയസ്സായിട്ട് ലുക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നു പ്രകടനത്തിൻ്റെ കാര്യം നോക്കുക വെച്ചാൽ ഓക്കെ ലെവൽ തന്നെയാണ് എല്ലാവരും ചെയ്തു വെച്ചാലും മോശമായിട്ടും തന്നെ ആരും വെച്ചില്ല. തൃഷ എന്ന് പറയുന്ന നടിയുടെ പ്രകടനം മാത്രമാണ് എനിക്ക് ഒട്ടും തോന്നാത്തത്. കാരണം ഈ കമലഹാസനും ഇവരും തമ്മിലുള്ള കോമ്പിനേഷൻസ് ഗംഭീരമായിട്ടുള്ള ഒരു വെറുപ്പിക്കൽ, ഒരു അപരാധം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തിനോ വേണ്ടി എന്താണോ ഉദ്ദേശിച്ചുള്ളത് അതിന് വേണ്ടി തന്നെ മാത്രം ആ വ്യക്തിയെ കരുവാക്കുക, അത് തന്നെയാണ് ഇതിൻ്റെ കണ്ടൻറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ പറയുന്നുണ്ട് രാജലക്ഷ്മിയല്ല ഇന്ദ്രാണി. അത് പറയുമ്പോൾ തന്നെ മെൻ്റലി നമുക്ക് ഭ്രാന്ത് പിടിക്കും. കാരണം വെറുപ്പിക്കലിൻ്റെ അഞ്ചേരികൾ തന്നെയാണ്. അതുപോലെ ചിമ്പും അതുപോലെ തന്നെ നമ്മുടെ കമലഹാസൻ തമ്മിലുള്ള കോമ്പിനേഷൻസ്, ഫൈറ്റ് സീൻസൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഐശ്വര്യലക്ഷ്മി വരുന്നുണ്ട്. പ്രത്യേകിച്ച് യാതൊരു കുടുംബവും അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അശോക് സെൽവൻ എല്ലാ പടത്തിലെ പോലീസുകാരനെ പോലെ ഒരു മണ്ടനായി വരുന്ന ഒരു പോലീസുകാരെല്ലാം കഴിഞ്ഞിട്ട് വരുന്നു, അല്ലെങ്കിൽ ബ്രില്യൻ്റായിട്ട് എനിക്ക് തോന്നുന്നു. അദ്ദേഹം കണ്ടപ്പോൾ നമ്മുടെ ബോഗൻവില്ലിൽ ഫഹദിൻ്റെ ഒക്കെ അതേപോലത്തെ ഒരു ക്യാരക്ടർ എല്ലാം കഴിഞ്ഞ് വരുന്നു. ആരിലൊക്കെ സംശയം ചെയ്യുന്നു, കുറേ മാസം പരിപാടിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അതൊക്കെ തന്നെയാണ് പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിൽ കണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു ഗ്യാങ്സ്റ്ററാണ്. അടുത്ത അധികാരത്തിലേക്ക് ആരെത്തണം തൻ്റെ അനിയനായിട്ട് കാണുന്ന ആ വ്യക്തിയെ ഏൽപ്പിക്കുന്നു. തിരിച്ചു വരുമ്പോൾ എല്ലാം കുട്ടിച്ചോറാക്കി ചെയ്യാൻ പാടാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതിലോട്ട് വീണ്ടും പ്രശ്നങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഗ്യാങ്സ്റ്ററാകുമ്പോൾ തീർച്ചയായും എതിർ ടീം ഉണ്ടാവും. അവനെ കയറിയെന്ന് ചൊറിയുന്നുണ്ട്, ഇവിടെ കയറിയുന്നു, ഒരാളെ കൊല്ലുന്നു, തിരിച്ചും കൊല്ലാൻ വേണ്ടി നടക്കുന്നു. അതൊക്കെയാണ് ലാസ്റ്റ് അധികാരത്തിന് വേണ്ടി എല്ലാവരും കൂടി ഒന്നായി നിൽക്കുന്നു. അടുത്ത ആരാണ് തീരുമാനിക്കുന്നത്, പിന്നെയും അയാൾ തിരിച്ചു വരുന്നു. ഇതൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ലാസ്റ്റ് ഒരു ഇന്ത്യൻ 2 ഒക്കെ ഒരു താത്ത ലൈഫൊക്കെയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ കാണിച്ചത്. ഇതിൻ്റെ ക്ലൈമാക്സിൽ അവസാന ഭാഗത്തെ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ചിരിയാണ്, നല്ല കോമഡി പീസ് ലുക്കായി കളിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ഇങ്ങനത്തെ റോളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം തന്നെയാണ്. അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഈ താത്ത റോളും അല്ലെങ്കിൽ ചിറ്റപ്പം പാസം ആ പരിപാടിയും കാര്യമൊക്കെ നടന്ന് കളിക്കാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. STRൻ്റെ ബോഡി ലാംഗ്വേജ് അത്യാവശ്യം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഫൈറ്റ് സീൻ കാര്യങ്ങളൊക്കെ കൊള്ളാൻ പറഞ്ഞു. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിൽ അദ്ദേഹത്തിനെ ഒരു
കൈയൊക്കെ കെട്ടിയ ചില ഫൈറ്റ് സീനുണ്ട്, അത് നല്ല ഇത് തന്നെ ഇഷ്ടപ്പെട്ടു. അതുപോലെ ജോർജും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ കമലാസനും തമ്മിലുള്ള ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്. അതും അത്യാവശ്യം ഒരു ട്രെയിനിൽ വെച്ചുള്ള ഒരു ഫൈറ്റ് സീനാണ്, അത്യാവശ്യം നല്ല കൊള്ളാമായിരുന്നു. പിന്നെ ചില ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെക്നിക് സൈഡ് ആണെങ്കിലും അത്യാവശ്യം കൊള്ളാമായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ വെറുപ്പിക്കൽ പോലെ തോന്നി. കാരണം പടത്തിലൊരു ഫ്ലോയിങ് ഒന്നും തന്നെ കിട്ടുന്നില്ല. കാരണം നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 96 കാലഘട്ടത്തിൽ കാണിക്കുമ്പോൾ തന്നെ എന്താണ് അടുത്ത് സംഭവിക്കാൻ വേണ്ടി പോവുക, ഇനി എന്താണ് മാറ്റം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഊഹിക്കാൻ കഴിയാവുന്നുള്ളൂ. കാരണം എക്സ്പെഷ്യലി 2 കുട്ടികളെ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗാങ്സ്റ്റാറിനെ കാണിക്കുന്നു. എന്തായിരിക്കാം ഇനി ആ കുട്ടി ആരെ കയ്യിൽ എന്താണ് സംഭവിക്കുക, ആ ഇമോഷൻസ് ആണെങ്കിലും കണക്റ്റിങ് ആണെങ്കിൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാവുന്നുള്ളൂ. പിന്നീട് പതിയെ കഥ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ സ്ലോ ബേസ്ഡാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒട്ടും തന്നെ സ്പീഡിങ് ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല. ലെങ്ത് തന്നെയാണ് മറ്റൊരു വില്ലനാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 2.25 മണിക്കൂറിൻ്റെ അടുത്തായിട്ട് ഫിലിം വരുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി ഇങ്ങനെ കഥ മുന്നോട്ട് പോയി ഇട്ടായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി അടുത്ത് എന്താണ് സംഭവിക്കുക, ആരാണ് ഏറ്റെടുക്കുക, ഇനി എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ട്രെയിലിൽ തന്നെ വ്യക്തമായിരുന്നു, കാരണം ഊഹിക്കാവുന്ന ഒക്കെ തന്നെ ട്രെയിലിൽ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രഷ്നെസ് ഫീലോ അല്ലെങ്കിൽ എന്താ പറയുക വാവ് ഫാക്ടറോ അല്ലെങ്കിൽ എന്താ പറയുക ത്രില്ല് അടിപ്പിക്കുന്ന വാവുമെൻസോ ഒന്നും തന്നെ പടത്തിലില്ല. അതും വളരെ നെഗറ്റീവായി എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാണുന്നതാണ്. കാരണം ഒരു മണി രത്നം ഫിലിം, അതുപോലെ തന്നെ ചിമ്പു കമലാസൻ വരുന്നു, ഗാങ്സ്റ്റാർ ഫിലിം എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പടത്തിൽ പ്രതീക്ഷയും അത്യാവശ്യം ബാൻഡ് സ്കോർ ആണെങ്കിൽ പോലും അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ഇടയ്ക്ക് വരുന്നുണ്ട്. AR റഹ്മാനാണ് ഇതിന് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് പാട്ടുകൾ കൊള്ളാമായിരുന്നു അത്യാവശ്യം. അതായത് ഇതിൻ്റെ ഫ്ലാഷ് ബാക്കിൽ വരുന്നൊരു പാട്ടുണ്ട്, 1-2 പാട്ടുകൾ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നുന്നു. അതുപോലെ ബാൻഡ് സ്കോർ ചിലത് കൊള്ളാം. ഈ പാട്ടടിയും പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്. ഈ പാട്ടടി പരിപാടിയൊക്കെയാണ് ഇതിൽ ചില ഭാഗത്തൊക്കെ കാണിച്ചിട്ടുള്ളത്. ടിന്നുമ്മ കൊട്ടിയിട്ടുള്ള പരിപാടി അത് ചിലതൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നീട് എൻ്റെ ചില ഭാഗങ്ങളൊക്കെ പിന്നെയും റിപ്പീറ്റ് അടിച്ച് ആ സാധനം തന്നെയാണ് ഇട്ട് വെറുപ്പിക്കുക. കാരണം ചേഞ്ചോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവാൻ സാധിക്കും. കാരണം ഒരു ഫിലിം കാണുമ്പോൾ ഒന്നെങ്കിൽ അതിൻ്റെ തിരക്കഥ നന്നാവണം, അല്ലെങ്കിൽ പ്രകടനം നന്നാവണം. ഇതിൽ പ്രകടനം അത്യാവശ്യം ഒരു ആവറേജ് അനുഭവമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. കാരണം ഇതിൽ ഗംഭീരമായി തന്നെ ഇവർ ഓരോരുത്തരും നമുക്ക് മുമ്പിൽ പ്രകടനം കാഴ്ചവെച്ചുള്ള വ്യക്തിയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു ആവറേജ് അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം എസ്പെഷ്യലി ആ ഡയലോഗ് ഡെലിവറി ആണെങ്കിലൊക്കെ കമലാസനാണെങ്കിൽ ഒട്ടും തന്നെ എനിക്കൊരു ആപ്റ്റ് ആവാത്ത പോലെ തോന്നി. ഏജ്ഡ് ആണെങ്കിൽ പോലും ഒട്ടും തന്നെ സ്ഥിരം പടത്തിലെ പോലെ തന്നെ ഒരു എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് ആവാത്തൊരു പോലെ ഒരു അനുഭവപ്പെട്ടു. ഡബ്ബിങ്ങും അതുപോലെ തന്നെ ഇതിൽ അഭിരാമിയുടെ റോള് അത്യാവശ്യം കൊള്ളാമായിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ വന്നപ്പോൾ ഒരു വെറുപ്പിക്കൽ പോലെ തോന്നി. ബാബുരാജ് ചെറിയ സ്പേസിൽ വന്നിട്ടുള്ളെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ റോളും കൊള്ളാം. നാസറൊക്കെ സ്ഥിരം പടത്തിലെ പോലെ തന്നെ അങ്ങനെ ആ നിലയ്ക്കായിട്ട് പോകുന്നുണ്ട്. വില്ലൻ ഒരു കോമഡി പീസ് വില്ലനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെറിയ ചക്കനൊക്കെ പിടിച്ച് വില്ലനായി കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരറിയില്ല, ഒരു ഹിന്ദി നടനാണെന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഒരു താത്തയുടെ ലൈഫ് ഒരു കാട്ട അപരാധം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഗംഭീരമായി തന്നെ അവസാനിച്ചിട്ടുണ്ട് അപരാധ കഥകൾ. ഇനിയും ഇതുപോലെ അപരാധ കഥകൾ തുടരും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ താത്തയാണ് അവസാനം നമുക്ക് സമമായി കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ ഉത്തരവും കിട്ടുന്നത്. ദുരന്തം അതുപോലെ തന്നെ അപരാധം പ്ലസ് താത്ത. അത് തീർച്ചയായിട്ടും തഗ് ലൈഫ് എന്ന് പറയുന്ന കണ്ട വ്യക്തികളെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് കുറിച്ച് പറയാനുള്ള ഒരു ദുരന്തമാണ്, ഒരു കാട്ടപരാധ കഥ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതുപോലുള്ള ദുരന്ത കഥകൾ സമയമുള്ളവർക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. തഗ് ലൈഫ് പേര് പോലെ തന്നെ നല്ല തഗ്ഗായി തന്നെ അവസാനിച്ചിട്ടുണ്ട്. ഇതായിരിക്കും ബൈ.